പ്രധാന വാർത്തകൾ. റോഡിലെ നിയമലംഘനങ്ങൾക്ക് AI ക്യാമറ വഴി പിഴ ചുമത്തുന്നത് പ്രാബല്യത്തിൽ. ഇരുചക്ര വാഹനത്തിലെ 3ാം യാത്രക്കാരായി 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇളവ്. 4 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഹെൽമറ്റ് നിർബന്ധം. ക്യാമറ അഴിമതിക്കെതിരെ വൈകിട്ട് UDFന്റെ പ്രതിഷേധം. മൈക്ക് വെടിവെച്ച് അരിക്കൊമ്പനെ എവിടെ തുറന്നു വിടുമെന്നതിൽ സസ്പെൻസ്. കൊമ്പനെ മേഘമലയിലെ വെള്ളിമലയിലേക്ക് മാറ്റി. വാഹനവ്യൂഹം തിരുനെൽവേലി റൂട്ടിലേക്ക്. അരിക്കൊമ്പന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് തമിഴ്നാട് വനം വകുപ്പ്. സർക്കാരിന്റെ ജനകീയ ബദൽ K-ഫോൺ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനം നിയമസഭാ മന്ദിരത്തിൽ വൈകിട്ട് 4-ന്. പദ്ധതിയിൽ പങ്കാളിയായി കേരള വിഷൻ. ഒഡീഷ ട്രെയിൻ ദുരന്തത്തിന് പിന്നാലെ ട്രാക്കിലൂടെ ട്രെയിനുകൾ കടത്തിവിട്ടു തുടങ്ങി. ഗതാഗതം പുനഃസ്ഥാപിച്ചത് ദുരന്തം നടന്ന 51 മണിക്കൂറിനുള്ളിൽ. 3 ദിവസത്തിനുള്ളിൽ ഗതാഗതം സാധാരണഗതിയിലാകുമെന്ന് റെയിൽവേ മന്ത്രാലയം. അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ BJP സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. കോഴിക്കോട് ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഒളവണ്ണ സ്വദേശികളായ ആദിൽ ഹസനും മുഹമ്മദ് ആദിലും. മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പുലർച്ചെ വരെ നീണ്ട തെരച്ചിലിനൊടുവിൽ.